ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ കണ്ണേ കാതല്, കല്യാണയോഗം എന്നീ മനോഹരമായ കഥകൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരി മാധുര്യ എഴുതുന്ന കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചും എന്ന പുതിയ കഥ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. മനോഹരമായ കഥയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. കഥയിലേക്ക്. പുലർച്ചെ 6:30 മണി. പുറംലോകം കാണാത്ത ആ കൂറ്റൻ മതിൽക്കെട്ടിനുള്ളിലെ തടവറകളിൽ ഉദയ വെളിച്ചം പടർന്നു തുടങ്ങിയിരുന്നു. വിയൂർ സെൻട്രൽ ജയിലിൽ സി ബ്ലോക്കിലെ 17-ാം നമ്പർ സെല്ലിൽ ഒരു ഒളിന്ന് കണ്ണുകൾ തുറക്കുന്നത് അവളുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ്. ചെയ്ത കൊലപാതകത്തിന്റെ വിചാരണയും ശിക്ഷയുമെല്ലാം ഇന്നത്തോടെ അവസാനിച്ചിരിക്കുകയാണ്. സമയം കടന്നു പോകുന്നതിനനുസരിച്ച് വെളിച്ചം തെളിഞ്ഞ ആ മുറിയിൽ അവൾക്കൊപ്പം മറ്റൊരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പോവല്ലേ മോളെ? ക്ഷീണിച്ചതാണെങ്കിലും ഉറച്ച അവരുടെ സ്വരം. ഒരു മൂളൽ മാത്രമായിരുന്നു അവളുടെ മറുപടി. എനിക്ക് ഇനി 2 വർഷം കൂടിയുണ്ട്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. ആർക്കും മറുപടി കൊടുക്കുന്നതിനൊപ്പം തിരിഞ്ഞാൾ അവരെ നോക്കി. 10-40 വയസ്സ് പ്രായം വരുന്ന സ്ത്രീയാണവർ. പേര് സിന്ധു. ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭാര്യ എങ്ങനെയൊക്കെ പ്രതികരിക്കും? ചിലർ പൊട്ടിക്കരയും, അയാൾ ഉപേക്ഷിച്ചങ്ങ് പോകും. അതിലും സങ്കടം സഹിക്കവയ്യാതെ സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാക്കുന്നവരുമുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ അവരെ കൊന്നുകളയാനുള്ള ദേഷ്യവും ആ ഭാര്യയ്ക്ക് വന്നൂടെ? ഭർത്താക്കന്മാർക്ക് കൊല്ലാമെങ്കിൽ ഭാര്യമാർക്കും കൊല്ലാം. ഇവിടെ അതാണ് സംഭവിച്ചത്. രണ്ടുപേരെയും സിന്ധു വെട്ടിക്കൊന്നു കളഞ്ഞു. സമയം കഴിയും തോറും ആരുടെയോ കാലടി ശബ്ദം മുഴങ്ങി കേൾക്കുന്നുണ്ട്. ആരുടെ സെല്ലിന് മുമ്പിൽ വന്ന് ആ ശബ്ദം നിലച്ചു. ആൾക്ക് മുന്നിൽ സെല്ലിന്റെ വാതിൽ വനിതാ പോലീസ് തുറന്നിട്ടിട്ടുണ്ട്. തിരിഞ്ഞ് സിന്ധുവിന് ഒരിക്കൽ കൂടെ നോക്കി ഒരു യാത്ര പറച്ചിൽ പോലെ തലയൊന്നാട്ടിയവൾ അവർക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ഈ മതിൽക്കെട്ടിനുള്ളിൽ നിന്നുള്ള അവളുടെ തിരിച്ചുപോക്കിന്റെ അവസാന നടപടികൾ ജയിലിനകത്ത് നടക്കുകയാണ്. എന്നോ അവളിൽ ഉറച്ചുപോയ വെളുത്ത വസ്ത്രം മാറ്റിയവൾ ഒരു ഇളം നീല ചുരിദാറിൽ ജയിൽ ഓഫീസിലേക്ക് കാലെടുത്തു വെച്ചു. ജയിലർ ഒരു പേപ്പർ അവളുടെ മുന്നിലേക്ക് വെച്ചു. റിലീസ് ഓർഡറിലാണ് ഒപ്പിടേണ്ടത് തിങ്കൾ. അയാൾ പറഞ്ഞ പോലെ തന്നെ അവൾ ആ പേപ്പറിൽ ഒപ്പിട്ടു കൊടുത്തു. അവളുടെ ശിക്ഷാവിധി പൂർത്തിയായതിന്റെ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞു. ജയിൽ ക്ലാർക്കിന്റെ മേശമേൽ അവളുടെ റിലീസ് രജിസ്റ്റർ തുറന്നെടുക്കുന്നുണ്ട്. SC 184/2018. തിങ്കൾ കൃഷ്ണ, 7 years. പേരും കേസ് നമ്പറും ശിക്ഷയുടെ കാലാവധിയും ഒരിക്കൽ കൂടെ നോക്കിയവൾ അതിലും വിരലടയാളം പതിപ്പിച്ചു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട് അവളുടെ. വാർഡന്റെ ഒപ്പും സൂപ്രണ്ടിന്റെ മുദ്രയും കൂടെ ആയതും അവളുടെ സ്വാതന്ത്ര്യത്തിന്റെ റിലീസ് സർട്ടിഫിക്കറ്റ് അവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇനിയൊരു ബന്ധനങ്ങളും അവൾക്ക് ഇവിടെ ഇല്ല, എവിടെയും ഇല്ല. ഓൾ ദ ബെസ്റ്റ് തിങ്കൾ. ഫ്രം ടുഡേ യുവർ ലൈഫ് ബിഗിൻസ് അഗൈൻ. അവിടുന്ന് ഇറങ്ങാൻ നേരം നല്ലൊരു വിഷ അവൾക്ക് കൊടുത്തിട്ടും ചിരിയൊന്നും ആ പെൺമുഖത്ത് തെളിഞ്ഞിരുന്നില്ല. അവരെ നോക്കി വെറുതെ തലയാട്ടിക്കൊണ്ട് അവൾ പിന്തിരിഞ്ഞ് നടന്നു. ആ കട്ടിയുള്ള ഇരുമ്പുവാതിൽ ആൾക്ക് മുന്നിൽ ഞരക്കത്തോടെ തുറന്നു കൊടുത്തു കാവലാൾ. വർഷങ്ങൾ അതിനുള്ളിൽ പണിയെടുത്തതിന് സർക്കാർ കൊടുത്ത സമ്പാദ്യം അടങ്ങുന്ന ബാഗുമായി തിങ്കളവിടെ നാട്ടിലേക്ക് തന്നെ പുറപ്പെടുകയാണ്, ചെറുവത്തേരിയിലേക്ക്. ആ ജലാശയത്തിന്റെ ആഴങ്ങളിലേക്ക് ഉള്ളിൽ നിറഞ്ഞ പരവേശത്തോടെ അവൻ ഊളിയിട്ട് പോവുകയാണ്. ഒത്തിരി ദൂരെ അല്ലാതെ ചുവന്ന കുപ്പിവളകൾ അണിഞ്ഞ നീണ്ടുമെലിഞ്ഞ കൈകൾ അവന് മുന്നിൽ ദൃശ്യമായതും വേഗത കൂടി അവന്റെ. അവളുടെ വിരലുകൾക്കിടയിലൂടെ അവന്റെയും നുഴഞ്ഞു കയറി. ഒറ്റപ്പിടിയിൽ പെണ്ണിനെ തന്നിലേക്ക് വലിച്ചു ചേർക്കുന്ന നേരം അഴിഞ്ഞുലഞ്ഞു പോയ ധാവണിക്കുള്ളിലെ ഉടലിനെ അവൻ ചുറ്റി വരിഞ്ഞ് കഴിഞ്ഞിരുന്നു. അവന്റെ കൈക്കുള്ളിൽ തന്നെ കിടന്ന് കുതിരിത്തെറിക്കുന്നുണ്ട് പെണ്ണ്. അടുത്ത നിമിഷം ഉള്ളിൽ നിറഞ്ഞു വന്നിയ വാശിയോടെ അവൾ അടക്കി കൂട്ടിപ്പിടിച്ചവൻ മുന്നോട്ട് കുതിച്ചു. എന്നാൽ ഓളപ്പരപ്പുകളുടെ മുകളിലേക്ക് എത്തും മുന്നേ ആ പവിഴാധരങ്ങൾ മുഴുവൻ അവൻ തന്റെ വായിലേക്ക് ആക്കിയിരുന്നു. ശ്വാസമുട്ടലോടെയാണെങ്കിലും അവനത് വലിച്ചങ്ങ് നുഴഞ്ഞതേ വെള്ളത്തിന് മുകളിൽ എത്തുമ്പോഴേക്കും കിട്ടിയ തള്ളിൽ അവൻ പിന്നിലേക്ക് ആഞ്ഞുപോയി. അവളെന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല അവന്. അതിനു മുന്നേ കവിൾ പറഞ്ഞു പോകും പോലെ കിട്ടിയൊരടി. അമ്മേ! ഞെട്ടിത്തെറിച്ചവൻ കണ്ണുകൾ തുറക്കുമ്പോൾ നടുവിലാണ് വേദന. പാച്ചു, നിന്നെ ഞാൻ വിളിക്കില്ല, മര്യാദക്ക് എഴുന്നേറ്റോ, അല്ലെങ്കിൽ സത്യമായിട്ട് ഒരു കുടമേൽ കൊണ്ട് വന്ന് ഞാൻ തലയിൽ കമിഴ്ത്തു. കൂടെ ഒരു അലർച്ചയും. ഒന്ന് പോ ചന്തു, അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ വന്ന് കമിഴ്ത്തു, ഞാനൊന്ന് നോക്കട്ടെ. പുച്ഛത്തോടെയുള്ള പറച്ചിലിനൊപ്പം പുതപ്പ് തലവഴി മൂടിയവൻ കണ്ണ് രണ്ടും ഇറുക്കി അടച്ചു. ആ തല്ലിയവളുടെ മുഖമൊന്ന് ശരിക്കും കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ആകെ ആ ചുണ്ട് മാത്രം ഓർമ്മയിലുണ്ട്. കൂടെ നോക്കി ദയിപ്പിച്ച് കളയുന്ന 2 കടുങ്കാപ്പി കണ്ണുകളും, പിന്നെ പെണ്ണിന്റെ ഒടുക്കത്തെ സ്ട്രക്ചറും കൊത്തിവെച്ചൊരു ശില്പം പോലെ. ആ മുഖം ഒന്ന് ശരിക്കും കാണാൻ പറ്റിയിരുന്നെങ്കിൽ കിട്ടിയാടി തിരിച്ച് അവൾക്കിട്ട് തന്നെ പൊട്ടിക്കായിരുന്നു. സ്വപ്നത്തിലാണെങ്കിലും ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ടും കൊടുക്കണം, അതാണ് അവന്റെ പോളിസി. പക്ഷെ അതിന് സമ്മതിക്കോ? തല്ലി എഴുന്നേൽപ്പിച്ച് കളഞ്ഞ മനുഷ്യനെ. പല്ലൊന്ന് കടിച്ചവൻ തിരിഞ്ഞിടുന്നതേ തലയിലും മുഖത്തും വന്ന് വീണ വെള്ളത്തിൽ അലറിക്കൊണ്ട് ചാടിത്തെറിച്ച് എഴുന്നേറ്റവൻ. ചന്തു! പപ്പ് മാറ്റിയവൻ ചീറുമ്പോൾ അയ്യോ എന്നൊരു നിലവിളിയോടെ ഒരാൾ പുറത്തേക്ക് പായുന്നുണ്ട്. വാതിൽക്കെത്തിയവൾ ഒരു നിമിഷം നിന്നു. അടുത്ത നിമിഷം അഴിഞ്ഞുപോയ മുണ്ടും വലിച്ചെടുത്ത് പുറകെ ഓടാൻ റെഡിയാവുന്നതിന്റെ നേർക്ക് ക്യാച്ച്! കയ്യിലെ മൊന്തവളങ്ങി എറിഞ്ഞു കൊടുത്തതേ പെട്ടെന്ന് അവനത് പിടിച്ചുപോയി. അപ്പോഴേക്കും വാതിലും കിടന്ന് അവൾ പോയി കഴിഞ്ഞു. ആ മൊന്ത ബെഡിലേക്ക് അങ്ങനെ എറിഞ്ഞുകൊണ്ട് ചന്തു എന്നീ ചീറി വിളിച്ചുകൊണ്ട് കാറ്റുപോലെ അവനും പുറത്തേക്ക് പാഞ്ഞു. എന്നിട്ടിങ്ങനെ ഓടിക്കലേടാ!
പുറകെ ചാടി പറന്നു വരുന്നവനെ നോക്കി ആ നടുമുറ്റം ചുറ്റി അവൾ അടുക്കളയിലേക്ക് എത്തും മുന്നേ ചുറ്റിപ്പിടിച്ച് പൊക്കിയെടുത്ത് കറക്കി കഴിഞ്ഞ അവൻ ചന്തുവിനെ അയ്യോ പാച്ചു വിടണോ ഇനി ഒഴിക്കോ ഉറങ്ങിക്കിടക്കുമ്പോ ഇനി വന്ന് വെള്ളമൊഴിക്കോന്ന് പൊക്കിയെടുത്ത് എറിഞ്ഞു പിടിച്ചാണ് അവന്റെ ചോദ്യം. ഇന്നാണ് ദ്രോഹി എന്നെ നരം തൊടിക്കണ ദുഷ്ട നിന്റെ തള്ളയല്ലേടാ എനിക്ക് തല ഇറങ്ങണോ. രണ്ടു കൈയും തലയിൽ വെച്ച് അവൾ വിളിച്ചു പോകുമ്പോൾ താഴെ ഇറക്കി അവൻ കറങ്ങിപ്പോയ തലയും കൊണ്ട് അവിടെയുള്ള തൂണിലേക്ക് ചാരി ചന്തു. പോട്ടെ പോട്ടെ ജസ്റ്റ് ഒരു റെയിലിൽ കയറിയതാണെന്ന് വിചാരിച്ചാൽ മതി. ആ നിൽപ്പും ഭാവമെല്ലാം കണ്ടവൻ അവരെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പുറത്ത് ഒഴിഞ്ഞു കൊടുത്തു. പോടാ നീ മര്യാദക്ക് എഴുന്നേറ്റിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇന്നലെ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അമ്പലത്തിൽ പോകണമെന്ന്. ഇപ്പൊ സമയം എത്രയായി? അവന്റെ കയ്യിൽ അമർത്തിയൊരു നുള്ളുകൊടുത്ത് ചന്തു പറഞ്ഞു നിർത്തുമ്പോൾ സോറി മാ എന്നൊരു പറച്ചിലോടെ ആ കവിളിൽ നിന്ന് നുള്ളിയവൻ. അവൾ ആ കൈ അങ്ങ് തട്ടി മാറ്റി നെഞ്ചിൽ കൈവച്ച് ശ്വാസമെടുത്ത് അവിടെ തിണ്ണയിൽ ചെന്നിരുന്നു. കൂളമ്മ ഇങ്ങനെ കിടന്ന് ഓടുമ്പോൾ സ്വയം ഓർക്കണം 10-27 വയസ്സുള്ള ചെക്കൻ്റെ അമ്മയാണെന്ന്. ടേബിളിൽ നിന്ന് ചെക്കിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു കൊടുത്താണ് അവന്റെ പറച്ചിൽ. അത് വാങ്ങി കുടിക്കുമ്പോഴും അവനെ ആ ഉണ്ടക്കണ്ണുകൾ ഉരുട്ടി നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു അവൾ. സത്യം പറയുമ്പോൾ ഇങ്ങനെ കോപിക്കരുത്, വയസ്സായി എന്ന് അംഗീകരിക്കും മകളെ. നന്നായി ഒന്ന് ചിരിച്ചുകൊണ്ട് അതും കൂടെ പറഞ്ഞാൽ അമ്മയുടെ തലയിൽ കെട്ടിവെച്ചിരുന്ന തോർത്തും വലിച്ചെടുത്ത് തോളിലിട്ടു. വേഗം കുളിച്ചിട്ട് വരാട്ടോ, നമുക്ക് അമ്പലത്തിൽ പോകേണ്ട മധ്യവയസ്കേ. താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചാൻ പുറത്തേക്ക് ഓടുമ്പോൾ മധ്യവയസ്ക നിന്റെ കെട്ടിയോളെന്ന് ചുണ്ടുകൂർപ്പിച്ച് പിറുപിറുത്ത് ചന്തു അവിടുന്ന് എഴുന്നേറ്റു. നേരാവൻ ചെന്നത് മുറിയിൽ കണ്ണാടിയുടെ മുന്നിലേക്കാണ്. ആ ചെക്കൻ പറഞ്ഞിട്ട് പോയ പോലെ അത്രയും പ്രായം തനിക്ക് തോന്നുന്നുണ്ടോ എന്നൊന്ന് അറിയണ്ടേ. അരക്കെട്ടിൽ കുത്തിയിറക്കി വെച്ച നേരിയതിന്റെ തുമ്പ് മര്യാദക്കൊന്ന് വിടർത്തിയിട്ട് ചുവന്ന ബ്ലൗസിന്റെ കൈയൊക്കെ നേരെയാക്കി അവൻ ചിക്കി പരത്തി ഒരു ഇഴ പോലും നിരക്കാത്ത അരക്കെട്ട് വരെ നീണ്ടെടുക്കുന്ന മുടിയൊന്ന് കോതിയൊതുക്കി പിന്നിലേക്ക് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു കളിച്ച ചാന്ദിനി. അവന്റെ ഒരു മധ്യവയസ്ക, ആകെ ഒരു 45 വയസ്സുണ്ട്. കണ്ടാലൊരു 30-35, അതിനപ്പുറം എന്തായാലും പോയില്ല. എത്ര പേര് പറഞ്ഞിരിക്കുന്നു ചാന്ദിനി ടീച്ചറെ കണ്ട ഇത്രയും വലിയ മകന്റെ അമ്മയാണെന്ന് ഒട്ടും പറയില്ല എന്ന്. അവന്റെ കൂട്ടുകാരവർ പറഞ്ഞിട്ടുണ്ട് ആന്റിയെ കണ്ട അവന്റെ ചേച്ചിയാണെന്നേ പറയുള്ളൂ എന്ന്. എന്നിട്ട് സ്വന്തം മോന് പറയാൻ വയ്യ. അവനൊരു അസൂയക്കാരൻ, എന്റെ കോൺഫിഡൻസ് തറക്കാൻ നോക്കുക, കുരുത്തം കെട്ടവൻ. അങ്ങനെയൊന്നും തകലടാ നിന്റെ അമ്മയുടെ കോൺഫിഡൻസ്. ഉള്ളിൽ നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെ പറഞ്ഞു തീർത്തവർ വേഗം ഒരുങ്ങാൻ തുടങ്ങി. അല്ലെങ്കിലും തുടങ്ങും കുളി കഴിഞ്ഞു വരുന്നവരുടെ ഒച്ചപ്പാട്. ഒട്ടും ക്ഷമയില്ലെന്ന ഈ ചെക്കന്. കണ്ണിൽ ഇത്തിരി കൺമഷിയും നെറ്റിയിൽ ചുവന്ന ഒരു വട്ടപ്പൊട്ടും അഴിച്ചിട്ട മുടിക്കുളിപ്പിന്നലെടുത്ത് തുമ്പ് കൂടെ കെട്ടിയിട്ടതും അവരുടെ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ട്. ഇളം മഞ്ഞ കലർന്ന വെളുത്ത നിറമാണ് ചാന്ദിനിക്ക്. ആവശ്യത്തിന് പൊക്കവും അതിനൊത്ത വണ്ണവും. ഒരു നർത്തകിയുടെ അങ്കലാവണ്യം തന്നെയാണ് ആ 45-കാരിയെ ഇപ്പോഴും 30ന്റെ നിറവിൽ നിർത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതിനൊപ്പം ആരും നോക്കിപ്പോകുന്ന സൗന്ദര്യവും. ചന്തു നേ വരുന്നേടാ ചെക്ക. ആരും വിളിക്ക് മറുപടി കൊടുക്കുന്നതിനൊപ്പം പെട്ടെന്ന് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെന്ന് ചാന്ദിനി. കുളി കഴിഞ്ഞ് തലയും തുവർത്തി വരുന്നുണ്ട് പാച്ചു. പക്ഷെ അവനെ കണ്ട നിമിഷം ചന്തുവിന്റെ കണ്ണുകൾ കൂർത്തു. ആ കൂർത്ത നോട്ടം അവന് നേർക്ക് മാത്രമല്ല അവന്റെ തോളിൽ കയറിയിരിക്കുന്നവനോടും കൂടിയാണ്. ചന്തു ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ എന്റെ ഇക്രു പാവം. അവൻ ആ പറച്ചിലിനൊപ്പം തന്നെ തോളിലിരിക്കുന്നവന്റെ തൂങ്ങിക്കിടക്കുന്ന താടിയിലൂടെ ഒന്ന് വിരലോടിച്ചു. അവന്റെ ഒരു ഇക്രു എനിക്ക് കാണേണ്ടി ചന്തുവിനെ. പറയുമ്പോൾ ആ നീണ്ട മുഖത്ത് നിന്ന് ചുണ്ടു ചുളുക്കി ചാന്ദിനി മുഖം മാറ്റി. അമ്മ ഇവനെ ജന്തു എന്നൊന്നും വിളിക്കരുത്. ഈ സച്ച് എ ക്യൂട്ട് ഗൈ. ഈ മുഖത്തേക്ക് തന്നെ നോക്ക്, എന്താ ഒരു ഐശ്വര്യം. ഏത് ഈ ഓന്തമോറിലോ? കണ്ടേച്ചാലും മതി. ചന്തു എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവൻ ആരാണെന്നറിയോ? അതന്നെടാ പറഞ്ഞ ഓന്ത്. അമ്മയെ നിർത്തിക്കോ. ഡ്രാഗണാ ഇവൻ. വി ആർ എ ഡ്രാഗൺ. ഡ്രാഗണോ? അപ്പൊ ഇതിന് തീയും തുപ്പോ? ഇവിടെ ഞാൻ എന്തെങ്കിലും കത്തിച്ചാലേ എന്റെ സ്വഭാവം മാറും. ഉറഞ്ഞു തുള്ളുന്ന അമ്മയുടെ വർത്തമാനം കേട്ട് അവനൊരു നിമിഷം അവർക്ക് നേരെ കയ്യും കൂപ്പി നിൽക്കുമ്പോൾ അവനോട് കുറച്ചും കൂടെ ചേർന്നിരുന്നു ഇക്രു. പ്രായമുണ്ടെന്ന് കരുതി ഇങ്ങനെ വെളിവിലാ സംസാരിക്കില്ല എന്റെ പൊന്നമ്മ. ഇവനെല്ലാവരും വീട്ടിൽ വളർത്തുന്ന തീയും പോകാൻ തുപ്പില്ല. എന്തൊരു ശാന്ത സ്വഭാവം എന്നറിയവന്. അത്രയും ഫ്രണ്ട്ലി. എന്ത് ശാന്തായാലും ഫ്രണ്ട്ലി ആയാലും എനിക്കിഷ്ടായില്ല. ചാന്ദിനി ആ പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ എവിടുന്ന് ഓടിപ്പാഞ്ഞു വന്ന കുഞ്ഞപ്പൻ അവളുടെ മേത്തൂടെ കയറി കഴുത്തിൽ വന്ന് ഇക്കിളിയാക്കിയതും എന്റെ ചക്കര എന്നൊരു പറച്ചിലോടെ അതിനെ കയ്യിലേക്ക് എടുത്ത് കൊഞ്ചിച്ചു. ചാന്ദിനിയുടെ കൈക്കുള്ളിൽ കൊള്ളുന്ന വലിപ്പമുള്ള അണ്ണാനാണ് കുഞ്ഞപ്പൻ. ഒരു 4 മാസം മുന്നേ അവന്റെ ചെറുപ്പത്തിൽ മരത്തിന്റെ മുകളിൽ നിന്ന് വീണ് മുറിവ് പറ്റി പാച്ചുവിന് കിട്ടിയതാണ് അവനെ. അമ്മയുടെ ചുന്ദരം ബദാം മുഴുവൻ തിന്നോ? വയറ് നിറഞ്ഞോ? ഞങ്ങൾ അമ്പലത്തിൽ പോവാണേ. ബഹളൊന്നും ഉണ്ടാക്കാതെ കൂട്ടിലിരിക്കണം കേട്ടോ. വരുമ്പോ തുറന്നു വിടാ കേട്ടോ. അത്രയും സ്നേഹത്തോടെ അതിനെയും കൊഞ്ചിച്ചുകൊണ്ട് ചാന്ദിനി നേരെ അതിനെ കൊണ്ടുപോയി കൂട്ടിലാക്കുമ്പോൾ ഇക്രുവിനെയും കയ്യിൽ പിടിച്ച് പാച്ചു അമ്മയുടെ പുറകെ ചെന്നു. ബേബി ആയതുകൊണ്ട് അത്രയും ചെറുതാണ് ഇക്രു ഇപ്പോൾ. പാച്ചുവിന്റെ കൈക്കുള്ളിൽ കൊള്ളുന്ന ഉടലും സ്വല്പം നീളമുള്ള വാലും അത്രയുള്ള അവൻ. എന്റെ കുഞ്ഞപ്പനെ സ്നേഹിക്കും പോലെ അമ്മയ്ക്ക് എന്റെ ഇക്രുവിനെ ഒന്ന് സ്നേഹിച്ചൂടെ? എന്തൊരു പാവം പിടിച്ച മുഖാവിനെ നോക്ക്.
കൂടടച്ച് തിരിഞ്ഞ ചാന്ദിനി ചെക്കൻ്റെ വർത്താനം കേട്ട് അവനെ കടുപ്പിച്ചോ നോക്കി. കൂടെ ആ പാവം പിടിച്ച മുഖത്തേക്കും. അയ്യടാ, ഒരു പാവം പിടിച്ച ആള്, മുഖം കാണുമ്പോഴേ ഒരു കുത്തിവെച്ച് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു. പറച്ചിലിനൊപ്പം ആ കൈയൊന്ന് ഉയർന്നും പോയി. അതോടെ ഇക്രു അവന്റെ കഴുത്തിന്റെ ഭാഗം വീർപ്പിച്ച് കറുപ്പ് നിറത്തിലാക്കിയതെ പേടിച്ച് ചന്തു. നോക്കിയടാ, ദൈവനെ പേടിപ്പിക്കുന്നു. ഓ, അതവൻ പേടിപ്പിച്ചല്ല, ചന്തുവിന്റെ കട്ടായം കണ്ട് അവനാ പേടിച്ചേ. ഇനോട് നിൽക്കണ പോലെ നിനക്കുള്ള ഫീഡിങ്ങിന്റെ മൈൻഡ്, നമുക്ക് പോവാം. അതും പറഞ്ഞ് അവനെയും കൊണ്ട് പാച്ച് പോകുമ്പോൾ ചുണ്ടൊന്നു കൂട്ടി അടുക്കളയിലേക്ക് ചന്തവും പോയി. ഇക്കുറിന് പ്രത്യേകം ഡിസേർട്ട് സ്റ്റൈൽ ടാങ്ക് സെറ്റപ്പാണ്. ഫുഡായിട്ട് കൂടുതൽ സീവീഡുകളും മീൽ വെയിമുകളൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. വലുതാവുന്നവരും വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുവൻ. അവനെ കൂടുതലായി ഫുഡും കൊടുത്താണ് വേഷം മാറാവും മുറിയിലേക്ക് കയറിയത്. ഒരു മെറൂൺ കളർ ഷർട്ടും കാവ്യം കൊണ്ട് കൊടുത്ത് മുടിയൊന്ന് അലസമായി ഒതുക്കി വെച്ച് പുറത്തേക്ക് ഇറങ്ങി. അമ്പലത്തിലേക്ക് പോകുമ്പോൾ വെറും വയറോടെ വിശന്ന് പോകരുതെന്ന് ചന്തുവിനോട് പണ്ട് അവിടെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിശന്ന് പോകുമ്പോൾ അമ്പലത്തിൽ നിവേദ്യത്തിൻ്റെയൊക്കെ ഗന്ധം വരുന്ന സമയം നമുക്ക് കഴിക്കണമെന്നൊരു കൊതി തോന്നും. അങ്ങനെ തോന്നിയാൽ അത് എച്ചിലാവില്ലേ? അതാണ് അതിന് പിന്നിലുള്ള കഥ. ഡൈനിങ് ടേബിൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ചന്തു. അതുകൊണ്ട് അവർ അമ്പലത്തിൽ പോകുമ്പോൾ എപ്പോഴും കഴിച്ചിട്ടേ പോകും. ടേബിളിരിക്കുന്ന ഭക്ഷണം പുട്ടാണെന്ന് കണ്ടതേ മുഖം മങ്ങിയവൻ്റെ. ദേ, ഇന്നും പുട്ട്. ഇന്നും പുട്ടെന്നോ? ഇന്നലെ ഇഡ്ഡലിയായിരുന്നില്ലേടാ, മിഞ്ഞാന്നും ദോശയും. എന്നിട്ട് അവനിന്ന് പുട്ട് വേണ്ടാന്ന് കഴിക്കണം മര്യാദക്ക്. നാട്ടിൽ പേര് കേട്ട ഗുണ്ടയാ ചന്തു ഈ പേടിപ്പിക്കുന്നത്. ഏത് ഗുണ്ട? പുട്ട് അവന്റെ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് ചന്തു കണ്ണുരുട്ടുമ്പോൾ അതിലും കണ്ണുരുട്ടൽ അവനിൽ നിന്ന്. അമ്മ തന്നെയല്ലേ പറഞ്ഞു ഡാൻസ് ക്ലാസ്സിലെ പിള്ളേർ ടീച്ചറുടെ മോൻ ഗുണ്ടയാണോ എന്ന് ചോദിച്ചെന്ന്. അത് നീ ആ കവലിക്കാണ് തല്ലുണ്ടാക്കിയിട്ടല്ലേ? ഞാനെന്തിനാ തല്ലുണ്ടാക്കി? അവൻ അമ്മയെ ചൂഴുന്നത് നോക്കി. മതി, നിന്നോട് തല്ലുവിടാൻ ഞാനില്ല. മതിയെങ്കിൽ മതി എന്നും പറഞ്ഞവൻ കറിയുടെ പാത്രം നോക്കുമ്പോൾ അതില്ല അവിടെ. ചാന്ദിനി ഒരു പഴം അവന്റെ അടുത്തേക്ക് നീക്കി വെച്ചു. നിന്റെ പ്രായം കൂടി അമ്മയല്ലേ, അതുകൊണ്ട് കറിയൊന്നും വയ്ക്കാൻ വയ്യ, ഇതും കൂടി തിന്നാ മതി. ചുണ്ടൊന്നു കൂട്ടി അവന് ചായ കൂടെ ഒഴിച്ചു കൊടുത്ത് ചന്തു. അതിന് പ്രായം കൂടിയതെന്ന് പറഞ്ഞ് എന്നെക്കാളും 10-18 വയസ്സിന് മൂത്തെന്നാ ഉദ്ദേശിച്ച്, അല്ലാതെ എന്റെ അമ്മ സുന്ദരിയല്ലേ? താടിയിൽ പിടിച്ചവനൊന്ന് കൊഞ്ചിച്ച് പറയുമ്പോൾ ഒരു ചെറിയ ചിരി ചന്തുവിന്റെ ചുണ്ടിലും തെളിഞ്ഞിട്ടുണ്ട്. പഴം തന്നെയുള്ളൂടാ, അമ്മയുടെ കഴിക്ക്. കൊഞ്ചിച്ച് പറയുമ്പോൾ ഒന്ന് മൂളി അവൻ കഴിച്ചു തുടങ്ങി. ചായ കുടിച്ചഴിഞ്ഞ് അവരിറങ്ങുമ്പോൾ പൂമുഖത്ത് പടിയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് പുഷ്പവും മന്മഥനും. പുഷ്പു പൂച്ചപ്പെണ്ണും മന്മഥൻ പട്ടിക്കുട്ടനും. പൂച്ച പേർഷ്യനാണ്, മന്മഥൻ ഗോൾഡൻ റിട്രീവറും. ഇടയ്ക്ക് കീരിയും പാമ്പാണെങ്കിലും മിക്കപ്പോഴും അവർ അടയും ചക്കരയുമാണ്. രണ്ടിനെയും ചെറുതായിരിക്കുമ്പോൾ തന്നെ കൊണ്ടുവന്ന് വളർത്തിയതാണ് പാച്ചു. ഇപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞുള്ള കിടപ്പാണ്. പാച്ചുവിനെയും ചാന്ദിനെയും കണ്ടതും രണ്ടും തലവെക്കുന്നുണ്ട്. മന്മഥൻ ചാടിത്തുള്ളി എഴുന്നേൽക്കുമ്പോൾ പുഷ്പു നിലത്തേക്ക് വീണുപോയി. അതിന് പെണ്ണ് ചീറുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ഓടിപ്പോയി പാച്ചുവിന്റെ മേൽ മുട്ടി നിന്നു. പുഷ്പു വീണെടുത്ത് എഴുന്നേറ്റ് അവർ തന്നെ നോക്കിയിരിപ്പുണ്ട്. രണ്ടിനെയും ഒന്ന് തഴുകി തലോടി കൊഞ്ചിച്ചാണ് പാച്ചു ബൈക്ക് എടുക്കാൻ പോയത്, അല്ലെങ്കിൽ രണ്ടും പിണങ്ങും. അവൻ ബൈക്ക് ഇറക്കുമ്പോൾ വാതിലും പൂട്ടി ചാന്ദിനി രണ്ടിനെ ഒന്ന് കൊഞ്ചിച്ച് ഗേറ്റ് അടിച്ച് ബൈക്കിലേക്ക് കയറി. എന്റെ കിളിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തില്ലേ അന്തു? വീടിനടുത്ത കൂട്ടിലെ ലവ് ബേർഡ്സിനെ നോക്കിയാണ് അവന്റെ ചോദ്യം. ആടാ, കൊടുത്തു. നീ വേഗം വണ്ടി എടുക്ക്, അല്ലെങ്കിൽ നട അടക്കും. 1-ാം തീയതിയല്ലേ, അത്ര പെട്ടെന്ന് നടക്കൊന്നുമില്ല. അത്രയും പറഞ്ഞ് അവർ ആ ബൈക്ക് സ്റ്റാർട്ടാക്കി പോകുമ്പോൾ അവരെയും നോക്കി അവിടെ തിരിച്ചു വരും കാത്ത് മന്മഥനും പുഷ്പു ആ ഗേറ്റിനപ്പുറം കണ്ണു നട്ടിരുന്നു. ഇന്ന് തുലാമാസം 1-ാം തീയതിയാണ്. എല്ലാ മാസം 1-ാം തീയതി പറ്റും പോലെ അവർ അടുത്തുള്ള ശ്രീകൃഷ്ണ അമ്പലത്തിൽ പോകുന്ന പതിവാണ് ചാന്ദിനിക്ക്. വിശേഷാൽ പൂജയുണ്ട് 1-ാം തീയതികളിൽ അവിടെ. അധികം ദൂരമൊന്നുമില്ലാത്തതുകൊണ്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ എത്തിയവൻ അമ്പലത്തിലേക്ക്. ചെറുവത്തേരി ശ്രീകൃഷ്ണ ക്ഷേത്രം ബോർഡ് കടന്നവന്റെ ബൈക്ക് അവിടെ തന്നെ ആരിനോട് കുറച്ച് മാറി വന്ന് ബ്രേക്ക് ഇട്ടു. ബൈക്കിൽ നിന്നിറങ്ങിയവൻ റിയർ വ്യൂ മിററിൽ നിന്ന് നോക്കി. പാർത്തി! ആരിന്റെ അവിടെ നിന്നാണ് വിളി. അവന്റെ കൂട്ടുകാരുണ്ട് അവിടെ. പാച്ചവും കൈപൊക്കി കാണിച്ച് അവർക്ക് നേരെ നടക്കുമ്പോൾ, എടാ നീ അമ്പലത്തിൽ കയറുന്നില്ലേ എന്ന് ചന്തു ഇച്ചിരി ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. ചന്തു പോയി അങ്ങ് തൊഴു. പുള്ളി എന്നെങ്ങാനും ചോദിച്ചാലേ ഞാൻ അവിടെ ആലിന്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്ക്. അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ അവനങ്ങ് പോയി. ഒരുത്തം കിട്ടവൻ എന്നും പിറുവിറുത്ത് ചാന്ദിനി വേഗം ചെരുപ്പൂരി അമ്പലത്തിലേക്ക് കയറി. പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ നേരെ വഴിപാട് കൊണ്ടിലേക്കാണ് പോയത്. പാർത്ഥിവ് തിരുവാതിര നക്ഷത്രം, ചാന്ദിനി മകനക്ഷത്രം. കുറിച്ച് ചീട്ടും വാങ്ങി ചന്തു തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണന്റെ തിരുനടയിലേക്ക് നടന്നു. മാറിക്കയറിയ 2-ാമത്തെ ബസ്സിൽ ബോർഡിലെ ചെറുവത്തേരി എന്ന പേരിലേക്കാണ് അവിടെ കടുങ്കാപ്പി മിഴികൾ പതിച്ചത്. ചിരിയോ ദേഷ്യമോ സങ്കടമോ അതൊന്നും അവളുടെ മുഖത്തില്ല. ഒരുതരം നിർവികാരത. ബസ് പോകുന്ന വഴികളിലെല്ലാം അവൾക്ക് അപരിചിതമായി തോന്നുന്നു. എങ്ങനെ അപരിചിതമാവാതിരിക്കും? വർഷങ്ങളായില്ലേ അവൾ പുറലോകം കണ്ടിട്ട്. ഒരു മനുഷ്യായുസിലെ 7 വർഷങ്ങൾ. കൗമാരത്തിനൊടുക്കം ഒരു പെൺകുട്ടി അവളുടെ യൗവനം പൂത്തെളിർക്കുന്ന മധുരമായ കാലത്തിന്റെ തുടക്കത്തിൽ ആ ഇരുമ്പഴിക്കുള്ളിൽ തളക്കപ്പെട്ടത് അവളുടെ കുറ്റം കൊണ്ടല്ല, വിധി അതവൾ അവിടെ എത്തിച്ചു. അനുഭവിക്കാനുള്ളത് അനുഭവിച്ചില്ലേ പറ്റൂ. 19-ാമത്തെ വയസ്സിലെ കൊലപാതകം.
കൊല്ലണമെന്ന് വെച്ച് ചെയ്തല്ല അവളത്. എന്നാൽ കൊല്ലാനുള്ള ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ഇപ്പോഴും കൊന്നയാളുടെ മുഖമോർക്കുമ്പോൾ ഒരു തരി കുറ്റബോധം പോലും അവളിലില്ല. മറിച്ച് എരിയുന്ന കനലാണ് ഇപ്പോഴും നെഞ്ചിൽ. ആ കനലിൽ ചവിട്ടി തന്നെയാണ് അവൾ ഇനി മുന്നോട്ട് ജീവിക്കാൻ പോകുന്നതും. നീട്ടിയൊന്ന് ശ്വസിച്ച് അവൾ ബസ്സിന്റെ ജനലിലേക്ക് മുഖം ചേർത്ത് വെച്ചു. പോകുന്ന വഴിയിൽ പാടത്തിനക്കരെ അമ്പലം അവൾ കണ്ടു. അവിടുന്ന് നോട്ടം മാറ്റിയവൾ കണ്ണുകളടക്കുമ്പോൾ ഉള്ളിൽ തെളിഞ്ഞു വരുന്നുണ്ട് മറ്റൊരമ്പലം. ചെറുവത്തേരി ശ്രീകൃഷ്ണ ക്ഷേത്രം. അന്നൊരു മലയാള മാസം 1-ാം തീയതി കുളിച്ചൊരുങ്ങി ആ പടിക്കെട്ടുകൾ കയറുന്ന തന്നെ മനസ്സിൽ കണ്ട് ആ പഴയ ഓർമ്മയിലേക്ക് വെറുതെ അവളൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.